ഇപ്പോഴും പഴയ മുജാഹിദ് ഇപ്പോഴും പറയുന്നു അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹു തആല ഇറങ്ങുന്നുണ്ട്, അള്ള കസേര മേലിരിക്കുന്നുണ്ട്. അതിനൊരുത്തം പറഞ്ഞ തെളിവ് വെക്കണം, നിങ്ങൾക്ക് മേലോട്ട് കൈയുയർത്തിയിട്ടില്ല അള്ളാഹിനോട് ദ്വാരക്കുന്നേ, അല്ലെങ്കിൽ ഇങ്ങനല്ലേ ദ്വാരക്കേണ്ടി വരിക? തെളിവാ അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താ മനെ. ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ, അല്ലെ പിന്നെ എല്ലായിടത്തിലാണ് എങ്ങനല്ലേ, ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും. അപ്പോ അള്ളാഹു ഉപരിലോകത്താണെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ, അള്ളാഹ് ഉപരിലോകത്താണെന്ന് ഖുർആൻ പഠിപ്പിക്കാണ്. ഭാഗണ്ട് എന്നും സ്ഥലമുണ്ടെന്ന് വിശ്വസിച്ച കാഫറാണ് അൽമനാറില്ല. അപ്പൊ ഖുർആൻ പഠിപ്പിക്കുന്ന കാഫറാകുന്ന ആശയ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. അതിന് തെളിവ് മേലോട്ട് കൈയുയർത്തുന്നു. സുബ്ഹാനല്ലാഹ്, വിവരക്കേടണെങ്കിൽ പോണോ? അഖറബുമായ യഖൂലുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, ബുഖാരിയുടെ ഹദീസാ. എന്താ പറഞ്ഞത്? അള്ളയുമായിട്ട് മനുഷ്യൻ ഏറ്റവും അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണ്. ഇയാളിന് എന്താ പറയാ? അള്ള കിഴങ്ങുപോലെയാണെന്ന് പറഞ്ഞത്. കാരണം അള്ളയായിട്ട് ഏറ്റവും അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പല്ലേ, അപ്പൊ താഴെയാണെന്നല്ലേ ഇവരെന്നാല്. ഇങ്ങനെയാ ഹദീസ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല സ്ഥലങ്ങളെ പടക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളവനാണ്, അവന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. പക്ഷേ നാദാവൃത്തം പാട്ടുപാടി ആൾ പറയുന്നത് കേട്ടോ നിങ്ങൾ. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അതൊന്നും പറയാൻ പാടില്ല. അർശിന്റെ മോള് കുത്തിരിക്കണം. ഇതല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയോ ആകാശത്തിൽ ഇറങ്ങി വരൂ, അർശിന്റെ മോളിൽ ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അതെ, എല്ലാ രാത്രിയിലും അല്ലാഹു ഇങ്ങനെ ഇറങ്ങാം. സുബ്ഹാനല്ലാഹ്. ഇനിയോ, ഇനി ഇതേ കക്ഷി തന്നെ അള്ളാഹിനെ പറ്റി പറഞ്ഞത് അതാക്ക് രണ്ട് കൈയുണ്ട്, രണ്ടും ബൽത്ത. അതൊന്ന് വെച്ചുകൊടുത്തേ. അവന്റെ രണ്ട് കൈകളും വലതാണ്. ലാ ശിമാല ഫീഹിമാ, ആ രണ്ട് കൈകളിലും ശിമാലില്ല, ഇടതില്ല എന്ന് സലാഹി. അത് തന്നെ സലഫി പറയുന്നത് വെച്ചുകൊടുത്തേ. അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്. അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. അപ്പൊ അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, രണ്ടും വലം കൈയാണ്. ഭാഗണ്ടെന്ന് വിശ്വസിച്ച കാഫറാണെന്നാണ് ആദ്യം അൽമനാർ പറഞ്ഞത്. ഇപ്പൊ വലത്തുകൊണ്ട് എടുത്തുകൊണ്ട് വലത്ത് രണ്ട് കൈയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാ നിങ്ങൾക്കൊന്ന് കഴിവ് തീർന്നോ? അതുകൊണ്ട് തീർന്നില്ല. അതേ കക്ഷികൾ തന്നെ പുറത്തിറക്കുന്ന അൽമന. ഈ അൽമന എടുത്തില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇതിൽ പറയുന്നത് എടുത്തു കൈയുണ്ട്. അവൻ വായിച്ച് കേൾപ്പിച്ചു തരാം. 2009 ജനുവരി അൽമനാർ. ഇതിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും. പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ അള്ളാഹ്ക്ക് ഇടത് കൈ ഉണ്ട് എന്ന് അൽമനാർ. നേരത്തെ പറഞ്ഞു ഇടത് കൈ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? ഇവർക്ക് അള്ളാഹുവിന് വിശ്വാസമുണ്ടോ? അപ്പൊ ഇടത് കൈ ഇല്ല എന്ന് ഒരു മൗലവി, ഇടത് കൈ ഉണ്ട് എന്ന് വേറൊരു മൗലവി. ഇതുകൊണ്ട് എന്തുണ്ടായി? ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ട് എന്തുണ്ടായി? ക്രിസ്ത്യാനികൾ ഇസ്ലാമിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. ഒരു മൗലവി ഉണ്ട്, അയാൾക്ക് പണി ക്രിസ്ത്യാനികളോട് സംവാദം നടത്താൻ പോകാന്നാ പറയാ, ഇസ്ലാം നശിപ്പിക്കാനാണ്. ആ മൗലവിയെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യാനി ചോദിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോ. ഇവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ വിധത്തിലുള്ള തോന്നിവാസം പഠിപ്പിച്ചതുകൊണ്ട് എത്ര വലിയ അബദ്ധമാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ അതൊന്ന് വെച്ച് കേൾപ്പിക്കുന്നു. ഇസ്ലാമിനെ മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവർക്ക് നശിപ്പിക്കാൻ മുഴുവൻ ചാൻസും വെച്ചു കൊടുക്കുന്നത് ഈ പുത്തൻവാദികളായ മൗലവിമാരല്ലേ? ക്രിസ്ത്യാനി പറയുന്നു, ഒന്ന് കേൾപ്പിച്ചു കൊടുത്ത പോലെ. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം?
അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സൂറ കാലികൾ 6:102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സൂറ കൂടിയാലോചന 42 51 വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായൊരു രൂപമില്ല. എന്നാൽ സൂറ 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറ 55 26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂറ 48 10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറ 20 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലയ്ക്ക് അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 2 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 ഉത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. എന്നാൽ പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28:88 പറയുന്നത് അള്ളാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട് അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്ന എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുവെന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അള്ളാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അല്ല. ഇത് ലോകത്ത് ഒരാളെ ദൈവവും അല്ല. സഹോദരന്മാരെ, ഖുർആൻ അതിന് ഉത്തരവാദിയല്ല. ഇദ്ദേഹം ചോദിച്ച ആ ചോദ്യം ഇമാം റാസി റളിയല്ലാഹു തഫ്സീറിൽ ചോദിച്ച ചോദ്യമാണ്. ഇമാം റാസി ഇതേ ചോദ്യം ഈ അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് കൈയും കാലുമുണ്ടെന്ന് പറയുന്നവരോട് ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ക്രിസ്ത്യാനി ചോദിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിനുള്ള വിശ്വാസം തകർക്കാൻ പടച്ച റബ്ബിനെ സംബന്ധിച്ച് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു, തോന്നിവാസം പറഞ്ഞു. അപ്പോഴല്ലേ നമ്മളിവിടെ പ്രസംഗിച്ചത്? അന്ന് പൂർണ്ണമായി പിന്തുണച്ചു മടവൂർ മുജാഹിദും. ഇപ്പൊ മടവൂർ മുജാഹിദ് പറയുന്നു അതേ പേരോടെന്ന് പറഞ്ഞതാണ് ശരി. അതിന് മുജാഹിദീങ്ങൾ മറ്റേ മുജാഹിദീങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, എന്താ ചോദിച്ചറിയോ? സുല്ലമിയുടെ ജഹാലത്ത് മറ്റൊരു രൂപത്തിൽ വാഴക്കാട് നടന്ന ഖണ്ഡന പ്രസംഗത്തിന്റെ കാലത്ത് പേരോട് സഖാബിയും കൂട്ടരും ഉന്നയിച്ചതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാലുമാറിയ സുല്ലമി പേരോടിന്റെ ജഹാലത്ത് മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ മുജാഹിദുകളോട് ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ കേട്ട് പഠിച്ച സുല്ലമീന്നാണ് ഇപ്പോ പക്ഷെ ഞാൻ ചോദിക്കുന്നത് അന്ന് സുല്ലമികളെ കൂട്ടത്തന്നല്ലേ? അപ്പൊ 2 മുജാഹിദിനും വിശ്വാസം തകരണമെന്ന് മാത്രമേ ഉള്ളൂ, നിലനിൽക്കണമെന്നില്ല. ക്രിസ്ത്യാനിയുടെ ചോദ്യത്തിന് മറുപടി തരാൻ കഴിയുമോ? നമുക്കൊരു വിഷയമില്ല. കാരണം നമ്മുടെ ഇമാമിങ്ങൾ ഓരോന്നും വിശദീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ ഓരോന്നും ബാഹ്യാർത്ഥം വെച്ച് അല്ലാഹുവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ദിവസം പടച്ചവന് 2 കൈയുണ്ട്, 2ഉം വലത്താണെന്നും വേറൊരു ദിവസം അല്ലാഹുവിന്റെ കൈ അതാ ഉണ്ടെന്നും ഒരു ദിവസം ഇല്ലെന്നും എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്. എന്നിട്ട് ഇപ്പോഴും മുജാഹിദിന്റെ വിചിന്തനം പറയുന്നു. ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച വിശദീകരണത്തെ സംബന്ധിച്ച് പറയുന്നു, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണവും നൽകാതെ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ 2 കൈകൾ അടക്കമുള്ള ഒരു സിഫത്തിനെയും നമുക്ക് നിഷേധിക്കുവാനോ സ്വന്തം വക വ്യാഖ്യാനിച്ചു അവയെ മറ്റൊന്നാക്കി അട്ടിമറിച്ച് കളയുവാനോ നബവിക്കോ മുസ്ലിയാർക്കോ ഒന്നും അവകാശമില്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന് പറയാൻ അവകാശമില്ല, അവകാശമുള്ളത് മുജാഹിദീങ്ങൾക്കാണ് പോൽ. അങ്ങനെ ഇമാമിങ്ങളെ തള്ളി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം തകർത്തു. പടച്ച റബ്ബിന് ശരീരം ഉണ്ടെന്ന് മുജാഹിദ് തന്നെ വാദിച്ചു. അതാണ് ഇനിയും കേട്ടോ, നബിയുടെയും അനുചരന്മാരുടെയും അവരുടെ പാരമ്പര്യം പിന്തുടർന്നു വരുന്നവരുടെയും മാർഗമാണ്.
അവർ അള്ളാഹുവിന് യോജിച്ച വിധത്തിലുള്ള ശരീരവും അവയവങ്ങളും അവനുണ്ടെന്നും അവ എങ്ങനെ ആയിരിക്കുമെന്നും നമുക്കറിയില്ലെന്നും വിശ്വസിക്കുന്നവരാണ്. അള്ളാഹ്ക്ക് ശരീരം ഉണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പോഴും സക്കരിയ സലായി പറയുന്നത് ശരീരവും അവയവവും ഇല്ല. ഒന്ന് വിട്ടുള്ളൂ, ഇടത്ത് കൈ ഇല്ല, വലത്ത് രണ്ട് കൈയാന്നാണ് പറയുന്നത്, അവയവമില്ല. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നോ ജഡമുണ്ടെന്നോ ശരീരമുണ്ടെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചർച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല. എങ്ങനെയുണ്ട്? നേരത്തെ അയാളെന്തേ പറഞ്ഞത്? രണ്ട് കൈയിട്ട് രണ്ടും വലത്താണ്. ഇപ്പൊ പറഞ്ഞ അവയവം ഉണ്ടോ എന്നുള്ളൊരു ചർച്ച തന്നെ നമുക്കില്ല. ജഡം ഉണ്ട് നമ്മൾ ശരീരം ഉണ്ട് പറഞ്ഞിട്ടില്ല. ജഡം ഉണ്ട് എന്നാണ് നിങ്ങളെ പുസ്തകത്തിൽ മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് അള്ളാഹുവിന്റെ വിശ്വാസം തകരണമെന്നല്ലാതെ വേറൊരു പരിപാടി. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ അന്ന് സംസാരിച്ച ഏറ്റവും വലിയ വിഷയം ഇതായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചാണ്. ഇനിയിപ്പൊ നിങ്ങൾ നോക്ക് ശബാബ്, ഇപ്പോഴേത് നോക്ക്. അള്ളാഹുവിന് കൈയുണ്ടെന്ന് വാദിച്ചു, പടച്ചവൻ അവയവമുണ്ടെന്ന് വാദിച്ചപ്പോ നമ്മളിവിടെ അത് ചോദ്യം ചെയ്തു. ഇപ്പൊ ശബാബ് ഇതാണ്. യദ് എന്ന അറബി പദത്തിന് 25ഓളം അർത്ഥങ്ങൾ സഹീഹുൽ ബുഖാരിയുടെ വിവരണമായ ഫത്ഹുൽ ബാരിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. മലയാളം പറയുമ്പോൾ അതിൽ ഏത് അർത്ഥമാണ് നാം പറയുക? കൈ എന്ന് സാധാരണ പറയുന്ന അർത്ഥം പറഞ്ഞാൽ അത് ഒരു അവയവമായി മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ പറഞ്ഞത്, അള്ളാന്റെ കൈ എന്ന് നിങ്ങൾ പ്രയോഗിക്കരുത്. യദ് എന്ന് കണ്ടിട്ട് കൈ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് അവയവമുണ്ടെന്ന് വരുത്തരുത്. ഇതല്ലേ അന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് ശബാബ് അത് സമ്മതിക്കുന്നു. ഇത് അള്ളാഹുവിന് ഒരിക്കലും ഭൂഷണമല്ലാത്തതുമാണ്. അള്ളാഹുവിന് അവയവമുണ്ടെന്ന് വരുന്നത് അള്ളാഹ്ക്ക് ഭൂഷണമല്ല. അഥവാ അതങ്ങനെ പാശാന്തരം ചെയ്യുകയാണെങ്കിൽ അത് അവയവമല്ലെന്ന് പ്രത്യേകം പറയേണ്ടതാണ് താനും. അത് പറയാതെ ഭാഷാന്തരം ചെയ്തതാണ്. സെലഫികളാണെന്ന് പറയുന്ന പണ്ഡിതന്മാർക്കിടയിൽ കേരളത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ കാരണം. അപ്പൊ മുജാഹിദ് രണ്ടായതിന്റെ കാരണം യദ് എന്നതിന് ഭാഷാന്തരം ചെയ്ത് കൈ എന്നർത്ഥം വെച്ചതാണ്. അപ്പൊ മുജാഹിദ് രണ്ടായതിന്റെ കാരണം എന്താണ്? നമ്മുടെ വാഴക്കാട് ഖണ്ഡനമാണ്. വാഴക്കാട് ഖണ്ഡനത്തിലാണ് ഈ വിഷയം കേരളത്തിൽ ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ മുജാഹിദ് കൊല്ലങ്ങളോളം ഇത് പഠിക്കാനിറങ്ങി. അവസാനം ആദ്യം കൊല്ലങ്ങളോളം എല്ലാരും മറച്ചു വെച്ചു. പിന്നീട് അതാ മൂടിവെക്കാൻ കഴിയാതെ പരസ്പരം പൊട്ടിത്തെറിച്ചു, രണ്ടായി ഭിന്നിച്ചു. ഇനി പറയട്ടെ, പിന്നെ ഒരു ഖണ്ഡനം നമ്മൾ കാര്യമായി നടത്തിയത് നാദാപുരത്താണ്. നാദാപുരത്തെ ഖണ്ഡനത്തോട് ജിന്നും മിൻസുമായി മുജാഹിദ് വീണ്ടും ഭിന്നിച്ചു. അങ്ങനെ രണ്ട് ഭിന്നത. ഇപ്പോൾ അവിടുന്നും പോയി ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനുള്ള വിശ്വാസം തകർന്നുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം തകർന്നുകൂടാ. ഈമാനോടെ ജീവിച്ച് തഖ്വയോടെ നമുക്ക് ജീവിച്ച് മരിക്കാൻ കഴിയണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ്. ചെറിയ